പിന്നെ വയറ് തള്ളക്കെ വിളിച്ചോടിക്കണ എപ്പോഴോ അമ്മ വിളിച്ചോടിക്കുന്നു വയറ് എവിടെ കേൾക്കുന്നില്ലോ ഇവിടെ ഒരു ഇവിടെ ഒരു ദ്വാരം കണ്ട അതാണ് മരദ്വാരം. മലദ്വാരം മലദ്വാരം ഗോൾഡൻ ഡയമണ്ട്സ്. ഇതിലേക്ക് പോട്ടെ. എന്താ ചോറ് തരാം. ആ വായൊന്ന് കാണിക്കൂ. എങ്ങനെയുണ്ട് അപ്പൊ ആരെ ചൂടക്കാർക്ക് തിന്നാ മതിയല്ലോ. കാണിക്കാൻ വേണ്ടി വലിയ പീസെല്ലാം എടുത്ത് കുറച്ച് ചോറ് എടുക്കാൻ പാടില്ല. കാരണം നിന്നെ ഇത് വെള്ളം ഇങ്ങനെ ഓച്ചിട്ട് പോകുന്നു. കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ, ഇതിങ്ങനെ എടുക്കുക. കുറച്ചൊക്കെ വായന്ന് പാൽപ്പാശം അത് മുഴുവൻറാ മീ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഫ്രഷ് പിടക്കുന്ന എല്ലാത്ത ഒരു മീനായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ ഈ വീഡിയോ നല്ല ചോറുകൾ ഒട്ടിയും ചത്ത് ഇവിടെ ഒരു ഇവിടെ ഒരു ദ്വാരം കണ്ട അതാണ് മരദ്വാരം. മലദ്വാരം മലദ്വാരം ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ഞങ്ങള് എന്താണ് കുറച്ച് നേരം വൈകി പറഞ്ഞാൽ കുറച്ച് കൂടുതൽ നേരം വൈകി. എന്തൊക്കെ ഒരു സൗണ്ട് വയറ്റിലൊക്കെ വിശപ്പിന്റെ. അപ്പൊ വിശപ്പിന്റെ കാലായിരുന്നു നിന്നിട്ടേ വിശപ്പിന്റെ 8 നേരം 4 നേരത്തിന്റെ കേസ്. സ്കൂൾ തുറന്നില്ലേ, സൈലന്റ് ബോബ്. അപ്പൊ ഞങ്ങള് ഇത് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചെന്ന് അറിയോ, ഇത് പൊള്ളിക്കണം. ഇതിന് ഫസ്റ്റ് മസാലയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വീഡിയോ ഫസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ടൈം ഇല്ലാതെ കാരണം നേരെ വഴി ഇത് പിടിച്ച് കിട്ടിയ മീനാട്ടത്. അപ്പൊ പിടിച്ചു കിട്ടിയ മീനാണ്. അപ്പൊ ഇതിന്റെ സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല നേരെ പോയി. ഇതിന് അതാണ് ഇത് പൊള്ളിക്കണ വീഡിയോ കാണൂല. ഇത് സെയിം സാധനം തന്നെ നമ്മൾ നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. പൊള്ളിക്കണ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ കൊടുക്കാം. ഇവിടെ അവിടെ ഉണ്ടാവും, വന്നില്ലേ? അപ്പൊ അത് കൊടുത്തുള്ളി അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ മസാല കൂട്ടൊക്കെ ഏകദേശം കാണാം. അപ്പൊ ഇനി എന്താ ചെയ്യാൻ സാധനം വേറെ, അതാണ് ഇതിന്റെ വ്യത്യാസം. എന്താണ് ഇത് കരിമീനും അത് വേറെ മീനുമാണ്, അങ്ങനെ വ്യത്യാസം ഉണ്ട്. ഇത് കരിമീൻ അനക്കായി പലതും തോന്നുന്നു. ഇത് കരിമീനാണ്. ഇത് കരിമീൻ. ഇത് കരിമീനല്ലേ കാര്യം. സോറി ഗേസ്, നിങ്ങൾ പറ്റിക്കത് ഗേസ്. സത്യം പറഞ്ഞത് ഇത് വേറെ മീനാണ്. മാറി പുഴുത്ത്. ഞാനൊരു കാര്യം പറയാം, ഇത് സംഭവം വേറൊരു മീനാണ്. സംഭവങ്ങളെ പറ്റിക്കുന്നത് അല്ല, നമ്മൾ എന്ത് കാര്യം തുറന്നു പറയും. അല്ല ഞാൻ വിചാരിച്ചത്, ഞാൻ അമ്മയോട് ഞങ്ങള് കോൺഫിഡൻസ് ഇല്ല, അഹങ്കാരം. അപ്പൊ സാധനം വരുന്നുണ്ട്. സാധാ പൊള്ളിക്കണ പോലെ ഇലയിലൊന്നും വെച്ച് പൊള്ളിക്കുന്നില്ല. ഒരു മടിയന്മാർക്ക് ചെയ്യാൻ പറ്റിയ കുക്കിംഗ് ആണ് ഇപ്പൊ ഇന്നത്തെ ചെയ്യാൻ പറ്റും. നേരം വാഴലൊക്കെ സെറ്റാക്കി ഒന്ന് പൊള്ളിച്ച് ഒരു നല്ല സെറ്റപ്പ് ആക്കി. ഇപ്പൊ സെറ്റപ്പ് കുറവ് ഉണ്ടാവില്ല, നമുക്ക് ഉഗ്രം ടേസ്റ്റ് ആക്കിയിട്ടില്ല, അടിപൊളി ടേസ്റ്റ്. അപ്പൊ നമ്മള് ഇതിനൊക്കെ ഏത് മീനും ട്രൈ ചെയ്യാം. അപ്പൊ അതിന് പറ്റിയ സംഭവം ഏത് മീനും ട്രൈ ചെയ്യാം. പക്ഷെ തേങ്ങാപ്പാൽ വെക്കുമ്പോ ശ്രദ്ധിക്കണം. തേങ്ങാപ്പാലാ അല്ല അങ്ങനൊക്കെ ഉണ്ട്. നിർവാണി ഭാവിയിലെ അപ്പൊ നമുക്ക് ഇത് നമ്മൾ പൊരിക്കാം. പൊരിച്ചിട്ട് എന്ത് ചെയ്യാം, പൊരിക്കുന്നത് നമ്മൾ ഇതിൽ വെച്ച് പൊരിക്കും. അതിന് ശേഷം കുറച്ച് മസാല പരിപാടി ഒക്കെ ഒന്ന് കാണിച്ചു തരാം.
ഇതിലില്ലാത്ത കാര്യങ്ങൾ മറ്റേ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പൊരിക്കാം. അപ്പൊ ഗൈസ് ഇത് നമ്മളെ വീട്ടിലുണ്ടായ ഇതാണ്ട എന്നാ ഇങ്ങനെ കൊരണം പിടിച്ച അല്ലല്ല അപ്പൊ നമുക്ക് ഒരു വൃക്ഷത്തെ എങ്ങനെ ആഭാസമാക്കില്ല അപമാനിക്കരുത്. ഈ ഉദ്ദേശിച്ചത് അപമാനം മുറ്റത്താണേ അപ്പൊ നമുക്ക് അമ്മടൊക്കെ നെല്ലും വെച്ചിട്ട് ആദ്യമായിട്ട് മീൻ മറക്കണ വണ്ടി അടക്കളയിലേക്ക് നിനക്ക് വരണം. തിന്നണ നേരത്ത് മാത്രം മേശം കൊണ്ടിരിക്കുന്നത് കാര്യം. അമ്മമാരൊക്കെ വീട്ടില് എണ്ണയിലൊക്കെ ഇങ്ങനെ കയ്യൊക്കെ എങ്ങനെ എഴുതണ്ടേ കുത്തിയാണ്ട് മോന്തയെ കുത്തും ബ്ലേഡ് ടാസ്ക്. അപ്പൊ ഇത് നമുക്ക് ഇതിട്ട് ഏലക്കായ ഏലക്കായ അണ്ടിപ്പരിപ്പ് മുന്തിരി പായസം കുടിക്കാം. അടുത്ത വീഡിയോക്ക് ട്രൈ ചെയ്യാം. ട്രൈ മീൻ പായസം മീൻ പായസമൊക്കെ ഉണ്ടാ ഞാൻ കേട്ടിട്ടില്ല. ട്രൈ ചെയ്തോ. പാലും കുറച്ച് മീന് അരച്ചിട്ട് നിങ്ങൾ കമന്റ് ഒരാളെങ്കിൽ ഒരാള് അല്ലേ കമന്റ് ചെയ്താൽ ഞങ്ങൾ ഉണ്ടാക്കും പായസം. ഉറപ്പ് ഉറപ്പ്. നിങ്ങളുടെ പേര് പ്രജിത്ത് എന്നാണെങ്കിൽ ഇവന്റെ പേര് ഇവൻ ചെയ്യും. ഇവൻ കുടിച്ചിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ കുടിച്ചിരിക്കും. അതെ അപ്പൊ കുടിക്കുന്നത് വേറെ സാധനം. ഇതേപോലെ നേരത്തെ കരിമീൻ പറഞ്ഞ മാതിരി ലോഗോ ടൈപ്പ് മോനെ കിട്ടിയില്ല വടായി കിട്ട അഭിമാനിക്കും അഭിമാനിക്കും. ഇത് ഇന്ത്യൻ മതേശ് ഇത് ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൈപ്പത്തിന്റെ വലുപ്പുണ്ട്. പിന്നെന്താ അറിയോ വേറെ എത്ര കാട്ടി ഇതടക്കും ഇങ്ങനത്തെ 4 കൊടുത്തിട്ട് ഓരോരുത്തരും ഇവനെ ഇവ 4 കൊത്തടിക്ക് ഇങ്ങനത്തെ 4 തിന്നും. ഈ വടി പോലെ നിൽക്കുന്ന ശരീരം നോക്കണ്ട. അതിന്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ വലിയ വലിയ ജീവികൾ താമസിക്കുന്നുണ്ട്. ഒന്നും മുഴുവൻ തിന്നാൻ മതി പറ്റില്ല. പക്ഷെ തിന്നു. അപ്പഴേ ഈ സംഭവം ഒന്ന് ആവട്ടെട്ടാ. അത് നമുക്ക് മറച്ചൊക്കെ ഇട്ട് ക്ലിയർ ആക്കിയതിനു ശേഷം നല്ല പൊട്ടണ കേൾക്കുന്നത്. ഇതൊന്ന് ക്ലിയർ ആക്കിയതിനു ശേഷം നേരെ വരട്ടാ. മടിയന്മാരുടെ പൊള്ളിച്ച ഇതാണ് സംഭവമാണത്. അത് ഈ മടിയന്മാര് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് മടിയൻ മല ചോക്കും. എന്നിട്ട് മലോ മല അതല്ലേ അതിനെ ഇജിപ്പൊ ചുമന്നുകൊണ്ടിരിക്കുന്നത് എവിടെ കാണുന്നില്ല മല മലയെ അറിയിപ്പിക്കണ്ട. അപ്പൊ ഇതിവിടെ കളിക്കുമ്പോ ഒരു ചോറ് കൂടുതൽ ഉണ്ടോണ്ട് കളിക്കരുത്. ഒരു ചോറല്ല ഒരു ഉരുളില് അല്ല ഓരോ ഓണം കൂടുതലും ഉണ്ടോണ്ട് ഓണ അങ്ങനല്ലേ അങ്ങനല്ലേ ഒരു ഉള്ള കൂടുതൽ ഉണ്ടോടാവരുത്. ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് നിങ്ങൾ മസാല റെഡിയാക്കാം. ഇത് എളുപ്പം പണിയാട്ടോ. അതൊക്കെ വെമ്പയം ചെയ്തരാം. അതിന് അതെ എളുപ്പം പണിയാ. ഞാൻ മേൻ കാണിച്ചു. ഉള്ളി എളുപ്പാ ഒഴിക്കുക എളുപ്പാ ഉണ്ടാക്കാനും എളുപ്പാ എളുപ്പാ. കുറച്ച് വെളിച്ചെണ്ണ മതിയാ. അല്ല എളുപ്പല്ല ചെയ്യ് അമ്മ. ഇത് വറുത്തതിന് ചില ലാസ്റ്റ് ചെറിയ ഒഴിക്കില്ലേ? ആ അത് വെളിച്ചെണ്ണ ഇതിലേക്ക് ഇത്തിരി ഒഴിക്കും. അത് കാരണം കുറച്ച് സ്ലോ മോഷൻ ഇതില് ചെറിയുള്ളി, വെല്ലുള്ളി, തക്കാളി, പച്ചമുളക് ഈ സാധനങ്ങളാണ് ഇതിലുള്ളത്. അത് നമ്മളിവിടെ ഇല്ല. മസാല പേര് മതി മതി മതി. പോ 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 പോ. ഇതിലോട്ട് പുട്ടാലോ? പ്രശ്നടാ ചെപ്പടാ രാവിലെ അതിലെ ചെപ്പടിച്ച് പൊട്ടിക്കുന്ന തക്കാളി ഉണ്ടോ? തക്കാളി ഇടും. അതായത് ഉള്ളിണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്, പാത്രം ഉണ്ട്. അപ്പൊ ഇതില് 28 വർഷത്തെ എത്രാം ക്ലാസ് പഠിക്കുമ്പോ 4ാം ക്ലാസ് പഠിക്കുമ്പോ ഉണ്ടാക്കിയതല്ലേ കന്നഡ പുച്ഛം മാത്രം.
പുച്ഛം മാത്രം. കഴിവുള്ളവരൊരു ചെയ്യും, കഴിവില്ലാത്തവരും ഇതേമായിരിക്കും. ഇവിടെ മരത്തിന്റെ ചട്ടുക ഉണ്ടായിരുന്നു. അതിട്ട് കീച്ചി അത് പൊട്ടി ഒരു ചട്ടകം പൊട്ടണുള്ള അവസ്ഥയിലേക്ക് അമ്മടി അടിച്ചിട്ടുള്ളത്. നല്ല കാര്യം ചെയ്താണ്. ആലോചിക്കണം, ഒരു ഫാന് വൃത്തിയാക്കണ ഞാന് ഒരു ഫാന് പേര് ചേർത്ത് എന്തൊക്കെയാണ് കാട്ടിയത്. ഓനെ ഒരു ഫാൻ ശരിയാക്കിയാണ്. ഫാന്റെ വയറ് കൂരിട്ട് എന്നോട് ഇത് ഭർത്താൻ ഫിക്സ് നല്ല വഴന്ന് വരും, വഴന്ന് വരും. മെഴുകല്ല, അത് വേറെ സാധനം. അയച്ച് ഉച്ച മാത്രം നിന്നോട് കേറി വാട. ഒരു സൈഡ് മൊത്തം ഒരു സൈഡ് മൊത്തം വെച്ചിക്കണം. ഈ അപ്പുറത്തെ സൈഡ് പോയിട്ട് പൊരിക്കണം കുറച്ച്. നമുക്ക് ഇതില് വെളുത്തുള്ളി ഇഞ്ചി ഇത് നമ്മൾ ഇത് വരുത്തിയത് ഉള്ളി പച്ചമുളക് തക്കാളി വേപ്പിന്റെ ഇതൊക്കെ ഇട്ട് വഴറ്റി സാധനത്തിൽ വെളുത്തുള്ളി ഇഞ്ചി അമ്മയ്ക്ക് കുറച്ച് ആവശ്യം കൂടിയുണ്ട്. എന്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് ആവേശം കൂടുതലാ. പിന്നെ വയറ് തള്ളക്കുളിച്ച് കഴിക്കണം എപ്പോഴോ. അമ്മ വിളിച്ചു തുടങ്ങി വയറ് എവിടെ കേൾക്കുന്നില്ലോ. ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലേ, തീരെ എഡ്യൂക്കേഷൻ ഇല്ലേ? ആ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് മഹാത്മാ ആ വീഡിയോ മുകളിലിട്ടുണ്ട് കേട്ടാ. എന്റെ എഡ്യൂക്കേഷൻ കാണണം, ഇംഗ്ലീഷ് തമിഴ് ചലഞ്ച് വീഡിയോ ഒന്ന് കണ്ടു. ദിസ് ഈസ് എഡ്യൂക്കേറ്റഡ്. എന്തത് വീഴാത്ത ഞാനാ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളടാ. കഞ്ഞിപ്പരയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ട് മുളക് പൊടി താഴെ കപ്പ്. പിന്നെ ചൊറിയണ്ട വരും ബാക്കില് വെച്ച ചൊറിയല്ല, എന്താ പറയാ, കത്തിയിട്ട് ഇങ്ങനെ വെള്ളം പോയിക്കോട്ടെ. ചൊറിയാണ് അല്ല അറിയാണ്ട് ചോദിക്കാം. ഇന്റെ അടുത്ത് പറയണ്ട, എനിക്ക് കണ്ണ് കൂടിയിട്ട് പഞ്ചസാര തിന്ന ആളാണ്. മീനിന് തേച്ച മസാലിന്റെ പേൻസേട്ടാ തോന്നി ഞാനടുത്തത്, അതുകൊണ്ട് തോന്നി. അല്ല നമ്മള് ഇതിക്ക് ചെറിയ ഒറ്റകളൊക്കെ ചെയ്യാം. അതായത് മുളക് പൊടി ഞാനങ്ങോട്ട് പറയല്ല, ഒക്കെ തുറന്നു പറയും. നേരത്തെ പറഞ്ഞേ അത് മതി. ഇത് മുഴുവടേ വെള്ളം വേണം. അമ്മരെ പാചകം പഠിപ്പിച്ചിട്ടില്ല, സ്വന്തമായിട്ട് പഠിച്ചോണ്ടാണ് ഇങ്ങനെ. മണപ്പിച്ചോ, എക്സ്പ്രഷൻ കത്തി കിട്ടിക്കോട്ടെ. മസാല റെഡി ആക്കണം. ഈ എന്താ പരിപാടി? ഇത് എനിക്ക് മസാല അതിലേക്ക് ഇത് ഇന്ന് ഇതൊക്കെ വെക്കണം, അതിന്റെ ഇതൊന്ന് ഇതിലേക്ക് വെക്കണം. ഒരു ടാസ്ക് ആട്ടത്. ഇനി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് മടിയന്മാർക്ക് പറ്റൂല. അതിന് അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത്. എന്റെ ഓരോ കലാവിധ അല്ല ഇവന്റെ ഓരോ കലാവിധ നമുക്കിതൊക്കെ മതി. ആയിക്കോട്ടെ. ഞാൻ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കമന്റ് ചെയ്താൽ ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്തുതരാം. ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്തുതരാം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓർഡറോട് പോവാ പൈസ ഇട്ടാൻ വേണ്ടിട്ട് കൊടുത്തത് ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരിക്കലും ഓർഡർ ചെയ്യാം. അപ്പൊ നമ്മള് ഇത് ആയിക്കോട്ടെ, ഇതൊന്ന് ചൂടാറണം. ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ അടി പിടിക്കാതെ ഇതാവാതെ, അതായത് ഒട്ടിപ്പിടിക്കാതെ മുറിഞ്ഞു പോകാതെ കിട്ടാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്നുമില്ല, സാധാരണ മറക്കുക. ചൂടോടെ മറക്കണ്ട. ഇതിനുള്ളിൽ ഒന്ന് വേവട്ടെ. അതിന്റെ തന്നെ പറഞ്ഞു. അല്ല സോറി, ഞാൻ പറഞ്ഞതാ. എന്തോ ഞാൻ പറഞ്ഞു. ഒട്ടിപ്പിടിക്കാൻ എന്തുണ്ടെന്ന് അറിയോ? എന്തുണ്ട് പറഞ്ഞു കൊടുത്താ? ഒരു ജേഴ്സി പിടിക്കുക, അല്ലെങ്കിൽ ക്രെയിൻ പിടിക്കുക, മറക്കുക. കുറവ് നല്ല കിട്ടും. എന്തൊക്കെ കാട്ടുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളു.
കിട്ടി സാധനം കിട്ടി മറിഞ്ഞാ പോയി അണ്ടാ എനിക്ക് കഴിവില്ല കഴിവേറിയാണവൻ. നമുക്ക് എന്താ പറയാ ഇവക്ക് ഈ മസാല ഇട്ട് ഉച്ചാറണം. ഷാനിട് ഏയ് ഏട്ട കൊണീന് ഇത് ചൂടായിക്കാ ഓണാക്കടാ പീസ് എടുക്കൂട്ടാ ഈ മസാല അതിന്റെ മേലെ കൊണ്ട് തേപ്പ് മസാല അതിന്റെ അടിയിൽ ആദ്യം വെച്ചിട്ടാണെങ്കിൽ നേരെ വെക്കാനേ എന്തായാലും ഇട്ടില്ല നീ നിങ്ങൾ എടുത്തിട്ടാ പോലെ വിവരമില്ല വണ്ണം മാത്രം ഞാൻ അവിടെ കട്ടെ അത് മുകളിലാക്കും ചെയ്യാം. ഈ സാധനം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ശരിക്ക് നിങ്ങള് മറ്റേ വീഡിയോ കണ്ടെങ്കിൽ അറിയാം. ഇത് ശരിക്ക് നമ്മളിതിലിട്ട് പൊള്ളി സൗണ്ടൊക്കെ നമ്മുടെ വിഭവ സമൃദ്ധി ഉദ്ദേശിച്ചു. വിഭവം എന്തൊക്കെ ആയത് എന്താ കേക്കുറിക്കണ നിൽക്കണേ അതെന്താ വന്ദേ മാതരം മതി മാതരം മതി അതൊക്കെ എപ്പോഴും കഴിഞ്ഞില്ലേ. അപ്പോ ഈ അടുത്ത പരിപാടി നല്ല ടേസ്റ്റ് ചെയ്താണ്. സ്പൂണൊക്കെ റെഡിയാക്കി ഞാൻ കയ്യോട് എടുക്കുള്ളൂ കേട്ടോ. ഡെക്കറേഷൻ ചെയ്ത് ഇത് മാറ്റിക്കാം പിന്നെ അല്ല ഇതാരെ ഡെക്കറേഷൻ ചെയ്ത് പൊട്ടറാ ബുദ്ധി ഉണ്ടാ ഇവിടെ വെച്ചിട്ട് ഈ ഡെക്കറേറ്റ് ചെയ്ത് പൂവൊക്കെ കാണും. പൂവാ ഇവിടെ പൂവുണ്ടല്ലോ നോക്ക് നമ്മളെ ക്യാമറ അപ്പൊ നീ ടേസ്റ്റ് ചെയ്തോ. നീ പണ്ടാറങ്ങാനായിട്ട് സ്വീരം തീർത്തിയാണ് ടേസ്റ്റ് വേണ്ട ചോട്ടടാ എന്താ ചേട്ടാ നീ ചോട്ട മസാല അങ്ങനെ ചൂടാ അതാ ചൂട് കാണിച്ചു ഇപ്പൊ ആവി കാണിച്ചു ആവി കാണുന്ന ആവില്ല ടേസ്റ്റ് ചെയ്യുക. ഒരു ഉള്ളിക്കഷ്ണം എടുക്കും. ഉള്ളിക്കഷ്ണം ഇത് ഇതെങ്ങനെ ചെയ്യേണ്ടത്? ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഇതിന് വലുത് വെക്കുക മസാല എടുക്കുക എന്താ വായിലേക്ക് പോട്ടെ. എന്താ കുറച്ച് ചോറ് ചോറ് തരാം. ആ വായൊന്ന് കാണിക്കൂ. എങ്ങനെയുണ്ട് അപ്പൊ ആരെ ചൂടക്കാർക്ക് തിന്നാ മതിയല്ലോ. അണ്ണാക്കി ഇട്ടിക്കറ അപ്പൊ ഇതിരു സുന്ദര കിസമ്മി ആ പാട്ടൊക്കെ വരുന്നുണ്ടാ. എന്താ തീർന്നില്ലേ? അമ്മ രസം കേൾക്കാം. അപ്പൊ ഇതൊരു മീനിന്റെ പീസ് നമ്മൾ പേടിക്കണ്ട. മുള്ളുണ്ടോ? മുള്ളു വലിയ മുള്ള കാരണം വേഗം കുടുങ്ങിക്കോളൂ. അപ്പൊ വേഗം ചത്തോളൂ. അപ്പൊ പിന്നെ മുള്ളു കുടുങ്ങി ചത്തനെ അറിയുള്ളൂ മുള്ളു കുടുങ്ങിയത്. പേടിക്കാന്ന് നമ്മുടെ പയപ്പൊഴിച്ചിട്ട് അപ്പൊ ഇങ്ങനെ പീസ് എടുക്കാം. എനിക്ക് തക്കാളി വലിയ താല്പര്യമില്ല. എനിക്കില്ല. ഞാൻ പിന്നെ കാണിക്കാൻ വേണ്ടി വലിയ പീസെല്ലാം എടുത്ത് ഞാൻ ശരിക്കും തിന്നതാ. എന്താ കേറി പോയത്? കുറച്ച് ചോറ് എടുക്കാൻ പാടില്ല. കാരണം നിന്നെ ഇത് വെള്ളം ഇങ്ങനെ ഓച്ചിട്ട് പോകുന്നു. കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. ഇതിങ്ങനെ എടുക്കുക. അതിന് മുള്ളണ്ടാ മീ മുള്ളേ പ്ലേറ്റ് ഒന്ന് തരും. അത് കണ്ടെങ്കിൽ അതൊക്കെ അടുക്കളമാക്കുന്ന ചില സീനുകളാണ്. ചോറ് ചൂടാക്കാൻ 10 1 മണി 2 മണി അതും കുഴപ്പമില്ല. അപ്പോ
അപ്പൊ നമ്മളെ വീഡിയോ എത്തുള്ളൂ. അപ്പൊ ഇതിന്റെ മറ്റേ കുക്കിംഗ് ശരിക്കുള്ള വീഡിയോ, പൊള്ളിച്ച വീഡിയോ വേറെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞില്ല, അപ്പൊ കൊടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ പറയടാ. വീഡിയോ വായില് വെള്ളം വന്നില്ലേ. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടിട്ട് കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പൊ ഇതുപോലെ കൊഞ്ചോ കരിമീനോ എന്തെങ്കിലും എന്തായാലും അടിച്ച് കയറി വാ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരെ എന്നാ നമ്മളോട് കേൾക്കില്ല. അപ്പൊ